ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. വചനം തിരുവചനത്തിൻ്റെ ഈ എപ്പിസോഡിൽ നാം ധ്യാനിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ചാണ്. ഒരിക്കൽ സിയോൻ ദൈവത്തെക്കുറിച്ച് ഒരു പരാതി പറയുന്നുണ്ട്. എന്താണ് സിയോൻ ദൈവത്തെക്കുറിച്ച് പറഞ്ഞ പരാതി? എൻ്റെ കർത്താവ് എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ കർത്താവ് എന്നെ മറന്നു കളഞ്ഞു. ദൈവം എന്നെ ഉപേക്ഷിച്ചു, ദൈവം എന്നെ മറന്നു കളഞ്ഞു എന്ന് സിയോൻ ദൈവത്തെക്കുറിച്ച് പരാതി പറഞ്ഞപ്പോൾ എന്താണ് ദൈവം അവന് കൊടുത്ത മറുപടി? യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 49 അധ്യായം 14-15 വാക്കുകളിൽ നാം അത് ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. അമ്മയ്ക്ക് കുഞ്ഞിനെ മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ദൈവം തൻ്റെ സ്നേഹത്തിൻ്റെ ആഴം വെളിപ്പെടുത്തുന്നത് ഒരമ്മയുടെ സ്നേഹത്തോട് ചേർത്ത് വെച്ചുകൊണ്ടാണ്. അമ്മയ്ക്ക് കുഞ്ഞിനെ മറക്കാനാവുമോ? ലോകചരിത്രം പഠിക്കുമ്പോൾ, നിരന്തരം ദിനപത്രങ്ങൾ വായിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാകുന്ന സത്യമെന്താ? ലോകത്തിൽ ഏതെങ്കിലും അമ്മമാർ തൻ്റെ കുഞ്ഞിനെ മറന്നിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഒരുപക്ഷെ അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിക്കുവാനായിട്ട് സാധിക്കും. ഉദരത്തിൽ വെച്ച് കുഞ്ഞിനെ ഉപേക്ഷിച്ചവരുണ്ട്, തെരുവിലും കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചവരുണ്ട്. പക്ഷേ കുഞ്ഞിനെ ഉപേക്ഷിച്ച അമ്മയാണെങ്കിലും ആ അമ്മയുടെ ഹൃദയത്തിൽ നിന്ന് കുഞ്ഞിനെ ഒരിക്കലും എടുത്തു മാറ്റുവാനായിട്ട് സാധിക്കുകയില്ല. ലോകത്തിൽ ഒരമ്മയും മരിച്ച കുഞ്ഞാണെങ്കിൽ പോലും തൻ്റെ കുഞ്ഞിനെ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ആ അമ്മയുടെ ഹൃദയത്തിൽ നിന്ന് മറന്നു പോവുകയില്ല. ദൈവം പറയുന്നു, അമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഈ ലോകത്തിൽ സ്നേഹത്തിൻ്റെ അർത്ഥം നമുക്ക് പഠിപ്പിച്ചത് അമ്മ തന്നെയാണ്. അമ്മ എന്ന 2 അക്ഷരത്തിൻ്റെ അർത്ഥം താരാട്ടുപാട്ടിന് ഈണം കണക്ക് സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മളെ കടത്തിക്കൊണ്ടുപോകുമ്പോൾ യെശയ്യാ പ്രവാചകൻ വീണ്ടും പറയുന്നുണ്ട്. 66 അധ്യായം 12-13 വാക്യങ്ങൾ. ദൈവം എങ്ങനെ നമ്മളെ സ്നേഹിക്കുന്നെന്ന് അവിടെ പറയുന്നത്, നിന്നെ അവൾ പാലൂട്ടുകയും എളിയിലെടുത്തുകൊണ്ട് നടക്കുകയും മടിയിലിരുത്തി ലാളിക്കുകയും ചെയ്യും. അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ പാലൂട്ടുന്നത് പോലെ, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ എളിയിലെടുത്ത് നടക്കുന്നത് പോലെ, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മടിയിലിരുത്തി ലാളിക്കുന്നത് പോലെ ഞാൻ നിന്നെ എളിയിലെടുക്കും, ഞാൻ നിന്നെ പാലൂട്ടും, ഞാൻ നിന്നെ മടിയിലിരുത്തും. തീരുന്നില്ല. അമ്മ തൻ്റെ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. കുഞ്ഞുങ്ങൾ ജീവിതത്തിൽ സങ്കടങ്ങൾ വരുമ്പോൾ അമ്മയുടെ അടുത്തേക്ക് ഓടി വരും. അമ്മ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് നെടുവേർപ്പിടുമ്പോൾ ആ അമ്മ തൻ്റെ കുഞ്ഞിനെ ചേർത്ത് നിർത്തിയിട്ട് സാരമില്ല മോനെ എന്ന് പറയുന്ന ആ ഒരു വാക്കുണ്ടല്ലോ, ആ വാക്കിൽ ആശ്വാസത്തിൻ്റെ ആഴമുണ്ട്. ദൈവം പറയുന്നത് എന്താ? അമ്മ തൻ്റെ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നത് പോലെ തന്നെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. പ്രിയപ്പെട്ട ദൈവ പൈതലേ, നിൻ്റെ ഹൃദയം തകർന്ന അവസ്ഥയിലാണോ നീ? ജീവിതത്തിലെ നിരവധിയായ പ്രശ്നങ്ങൾ മൂലം സങ്കടങ്ങളുടെ കണ്ണുനീർത്താഴ്വരയിലൂടെ യാത്ര ചെയ്യുന്ന വ്യക്തിയാണോ? ഈ ലോകത്തിൽ എന്നെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഈ വചനഭാഗം കേൾക്കുന്നുണ്ടെങ്കിൽ ഇതാ ദൈവം പറയുകയാണ്, നിൻ്റെ അമ്മ നിന്നെ ആശ്വസിപ്പിക്കുന്നത് പോലെ. ഒന്ന് മിഴിപൂട്ടിയിട്ട് നിൻ്റെ അമ്മയെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. ജീവിതത്തിൽ ആരാ നിനക്ക് വേണ്ടി ഇത്രമാത്രം കണ്ണുനീരൊഴുക്കിയിട്ടുള്ളത്? ആരാ നിന്നെ ഇത്രമാത്രം കരുതിയിട്ടുള്ളത്? ആരാണ് നിനക്ക് വേണ്ടി ഇത്രമാത്രം കാത്തിരുന്നിട്ടുള്ളത്? പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം തിരിച്ചറിയുവാനായിട്ട് അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അമ്മയുടെ സ്നേഹത്തിൻ്റെ ഓർമ്മ നമുക്ക്
സമ്മാനിക്കുന്ന നിരവധി അനുഭവങ്ങൾ ഈ ലോകത്തിലുണ്ട്. കൽക്കട്ടയിൽ ഒരു ബോട്ടപകടമുണ്ടായി. ഒത്തിരി വ്യക്തികൾ ആ ദാരുണമായ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായ വിധത്തിൽ രക്ഷപ്പെട്ടു. 2 വ്യക്തികൾ മാത്രമാണ് മരിക്കുവാനിട വന്നത്. ആ മരണചിത്രം പത്രത്തിലും നേരിട്ടുമൊക്കെ കണ്ടവർ അറിയാതെ കരഞ്ഞുപോയിട്ടുണ്ട്. എങ്ങനെ കരയാതിരിക്കും? ഒരമ്മ തൻ്റെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് മരിച്ചു കിടക്കുന്ന ആ മൃതശരീരം. പ്രിയപ്പെട്ടവരെ, അമ്മയ്ക്ക് രക്ഷപ്പെടുവാനായിട്ട് അവസരമുണ്ടായിരുന്നു. ബോട്ടപകടമുണ്ടായപ്പോൾ ആ അനേകർ വെള്ളത്തിൽ മുങ്ങിപ്പോയി. എങ്കിലും പൊങ്ങി വരുന്ന സമയത്ത് ആരൊക്കെ കരങ്ങൾ നീട്ടിക്കൊടുത്തിട്ടുണ്ടോ അവരെയെല്ലാം രക്ഷാപ്രവർത്തകർ വള്ളത്തിലേക്ക്, ബോട്ടിലേക്കൊക്കെ പിടിച്ചു കയറ്റി. എന്നാൽ അമ്മയുടെ കയ്യിൽ തൻ്റെ കുഞ്ഞുള്ളതുകൊണ്ട് ആ കരങ്ങളൊന്ന് ഉയർത്തിക്കാണിക്കുവാനായിട്ട് അമ്മയ്ക്ക് സാധിച്ചില്ല. ഇല്ല കുഞ്ഞെ, ഈ മരണത്തിന് നിന്നെ തനിച്ചാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മ മരണത്തിലേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ ഒരമ്മ തൻ്റെ കുഞ്ഞിനെ കരുതുന്നത് പോലെ, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മനസ്സിലാക്കുന്നത് പോലെ ആരാണ് മനസ്സിലാക്കിയിട്ടുള്ളത്? ആരാണ് കരുതിയിട്ടുള്ളത്? നമ്മുടെയൊക്കെ വീടുകളിൽ നാം കാണുന്നുണ്ട്. കുടുംബത്തിന് വേണ്ടി രാപകലില്ലാതെ അധ്വാനിക്കുന്ന, എന്തിനു പറയണ്, ഒരു ഹോട്ടലിൽ കയറിയാൽ നാമൊക്കെ വലിയ വലിയ വിലയുള്ളതിലേക്ക് നോക്കി ഓർഡർ ചെയ്യുമ്പോൾ അമ്മ ഒരുപക്ഷെ പറയും എനിക്കൊരു കട്ടൻ ചായ മതിയെന്ന്. മക്കളൊക്കെ ബിരിയാണി വേണമെന്ന് പറയുമ്പോൾ ബിരിയാണി തിന്നുവാൻ വിശപ്പില്ലാഞ്ഞിട്ടല്ല, അമ്മ ചിന്തിക്കുന്നുണ്ട് ഈ ബിരിയാണിയുടെ വില ഉണ്ടെങ്കിൽ ഒരു മാസത്തിൻ്റെ പകുതി ട്യൂഷൻ ഫീസ് കൊടുക്കുവാനായിട്ട് സാധിക്കും. ഫാമിലി യൂണിറ്റിൻ്റെ മീറ്റിങ്ങിൽ അയൽപക്കത്ത് പോയപ്പോൾ അവിടെ കാപ്പി കുടിക്ക് കൊടുത്ത ലഡു പോലും അത് കഴിക്കാതെ സാരിത്തുമ്പിൽ പൊതിഞ്ഞുകൊണ്ട് മക്കൾക്ക് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ഏതെങ്കിലും കുഞ്ഞ് ചിന്തിച്ചിട്ടുണ്ടോ? അമ്മ എന്തെങ്കിലും കഴിക്കുവാൻ എടുക്കുമ്പോൾ മക്കളെക്കുറിച്ച് ഓർക്കും, ജീവിത പങ്കാളിയെക്കുറിച്ച് ഓർക്കും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ലെന്ന്. ആ ബാലൻ, അവൻ പഠിക്കുന്നത് 10ാം ക്ലാസ്സിലാണ്. ചെറുപ്പം മുതലേ അവനൊരു ആഗ്രഹമുണ്ട്. എന്താണ് ചെറുപ്പം മുതലേയുള്ള അവൻ്റെ ആഗ്രഹം? എനിക്കൊരു കൊള്ളക്കാരനാകണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആഗ്രഹം അവനുണ്ടാകുവാൻ കാരണം? അവൻ്റെ വീട് കാടിന് അതിർത്തിയിലാണ്. കാട്ടിലാണ് കൊള്ളസംഘം സ്ഥിതി ചെയ്യുന്നത്. ചെറുപ്പം മുതലേ കൊള്ളക്കാരുടെ വീരസാഹസിക കഥകൾ കേട്ടുകൊണ്ട് വളർന്നതുകൊണ്ടാണോ അവനൊരാഗ്രഹമുണ്ട് കൊള്ളക്കാരനാകണം? അന്ന് അവന് ക്ലാസ്സില്ല, അവൻ കാട്ടിലേക്ക് നടക്കുകയാണ്. അതിർത്തി അതിക്രമിച്ചെത്തിയ ബാലനെ കൊള്ളക്കാർ പിടികൂടി കൊള്ളത്തലവൻ്റെ മുമ്പിൽ ഹാജരാക്കുന്നുണ്ട്. കൊള്ളത്തലവൻ അവനോട് ചോദിച്ചു, ആരോട് ചോദിച്ചിട്ടാ നീ അതിർത്തി അതിക്രമിച്ചെത്തിയത്? അവൻ പറഞ്ഞു തുടങ്ങി, എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താണ് നിൻ്റെ ആഗ്രഹം? എനിക്കൊരു കൊള്ളക്കാരനാകണം. കൊള്ളാമല്ലോ, നല്ല ആഗ്രഹം. ആട്ടെ, നിൻ്റെ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? അവൻ പറഞ്ഞു തുടങ്ങി, എൻ്റെ വീട്ടിൽ എനിക്ക് അമ്മയുണ്ട്. അച്ഛൻ 2 വയസ്സുള്ളപ്പോൾ മരണമടഞ്ഞു. എന്താ നിൻ്റെ അമ്മയുടെ ജോലി? എൻ്റെ അമ്മയുടെ ജോലി പാറമടയിൽ കല്ല് പൊട്ടിക്കുന്ന തൊഴിലാണ്. നീ പോയി ഒരു കാര്യം ചെയ്യണം. നിന്നെ കൊള്ളസങ്കേതത്തിൽ എടുക്കണമെങ്കിൽ ഒരു ടെസ്റ്റുണ്ട്. അതിൽ നീ വിജയിക്കുകയാണെങ്കിൽ മാത്രമേ നിന്നെ സംഘത്തിൽ എടുക്കുകയുള്ളൂ. കുട്ടി ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ പോയി നിൻ്റെ അമ്മയുടെ ചങ്കും കരളും കൊണ്ടുവരിക. മനസ്സില്ലാ മനസ്സോടെ അവൻ വീട്ടിലേക്ക് നടക്കുന്നുണ്ട്. ദൂരെ വെച്ച് തന്നെ കാണാം മോനെ കാത്തിരിക്കുന്ന അമ്മയുടെ ചിത്രം. മോൻ നടന്നെടുത്തപ്പോൾ അമ്മ പറഞ്ഞു തുടങ്ങുന്നുണ്ട്, എന്താ നീയൊന്നും കഴിക്കാത്തത്? കണ്ടില്ലേ, നീ വന്നേ. ആ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കിക്കേ. പ്രായമായിട്ടില്ലെങ്കിലും
വാർദ്ധക്യത്തിൻ്റെ ചുളിവുകളും നരയുമൊക്കെ ബാധിച്ചിട്ടുണ്ട്. അത്രമാത്രം ഈ കുഞ്ഞിന് വേണ്ടി അമ്മ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുവാൻ അവൻ ടേബിളിൽ വന്നിരുന്നപ്പോൾ വിഭവസമൃദ്ധമായ ഒരു സദ്യ തന്നെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. അവനത് വായിൽ വെച്ചപ്പോൾ അവന് അതിറക്കുവാൻ പോലും സാധിക്കുന്നില്ല. എനിക്കെങ്ങനെയെങ്കിലും ഒരു കൊള്ളക്കാരനാകണം. എത്ര പെട്ടെന്ന് അവൻ്റെ ഭാവം മാറുന്നത്. രണ്ടും കൽപ്പിച്ച് അവൻ അവിടെ നിന്ന് ചാടി എഴുന്നേറ്റു. ഒന്നും അറിയാതെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന അമ്മയുടെ പിന്നിലൂടെ ചെന്ന് അവൻ അമ്മയെ വെട്ടിപ്പിളർന്ന് അമ്മയുടെ ചങ്കും കരളും എടുത്തുകൊണ്ട് അവൻ കാട്ടിലേക്ക് ഓടുകയാണ്. ഓടുമ്പോൾ ഓട്ടത്തിനിടയിൽ വൃക്ഷത്തിൻ്റെ വേരിൽ തട്ടി അവൻ തെറിച്ചു വീണു. അവൻ തെറിച്ചു വീണപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് തെറിച്ചു പോയ ചങ്കും കരളും വിളിച്ചു ചോദിക്കുന്നുണ്ട്, മോനെ, നിൻ്റെ കൈ വേദനിച്ചോ? നിൻ്റെ കാല് വേദനിച്ചോ? ശരിയാ, നടുവേദന നിമിത്തം നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അമ്മ തൻ്റെ കുഞ്ഞിനൊരു ജലദോഷം വന്നു എന്ന് പറയുമ്പോൾ കുഞ്ഞ് ഉറങ്ങുന്നത് വരെ രോഗക്കിടക്കയിൽ കാത്തിരിക്കുമ്പോൾ ഏതെങ്കിലും കുഞ്ഞുങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അമ്മയുടെ സ്നേഹത്തിൻ്റെ, അമ്മയുടെ കരുതലിൻ്റെ തീവ്രതയെക്കുറിച്ച്? ആ പെൺകുട്ടി പഠിക്കുന്നത് 9th. അവൾ കരഞ്ഞുകൊണ്ടാ വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലേക്ക് വന്ന് ബാഗ് വലിച്ചെറിഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ പറയുന്നുണ്ട്, ഇനി എന്നോട് പഠിക്കാൻ പോകാൻ പറഞ്ഞേക്കരുത്, ഇനി എന്നോട് പഠിക്കാൻ പോകാൻ പറഞ്ഞേക്കരുത്. അമ്മ ചോദിച്ചു, മോൾ എന്തിനാ കരയുന്നത്? അവൾ വല്ലാതങ്ങ് രോഷാകുലയായി. അവൾ ഉച്ചത്തിൽ പറഞ്ഞു, ഞാൻ കരയുന്നത് നിങ്ങൾ കാരണമാ. ഞാൻ കാരണമോ? ഞാൻ എന്താ ചെയ്തത്? എൻ്റെ അമ്മേ, നിങ്ങളുടെ മുഖത്ത് മുഴുവൻ പാണ്ട. ക്ലാസ്സിൽ ചെന്നപ്പോൾ കൂട്ടുകാരനെ പാണ്ടുള്ള സ്ത്രീയുടെ മകളെന്നും പറഞ്ഞ് കളിയാക്കി. ഇനി ഞാൻ പഠിക്കാൻ പോവുകയില്ല. വാവിട്ട് കരയുകയാണ്. കുറേ കരഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ അവളുടെ അടുത്തേക്ക് വന്നു. അമ്മ പറഞ്ഞു തുടങ്ങി, എന്നാ ഈ മാളിക വീടൊക്കെ ഉണ്ടായത്? നീ കുഞ്ഞായിരിക്കുമ്പോൾ, നീ കൈക്കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ താമസിച്ചത് ഒരു ഓലക്കുടിലാണ്. അന്ന് സാരി കൊണ്ട് ഒരു തൊട്ടിലുണ്ടാക്കി ആ തൊട്ടിലിൽ ഞാൻ നിന്നെ കിടത്തി. നീ കിടന്നുറങ്ങുമ്പോൾ വെള്ളം കോരുവാനായിട്ട് ഞാൻ പുറത്തേക്ക് പോയി. തിരിച്ചു വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താ? കത്തിക്കൊണ്ടിരിക്കുന്ന വീടിൻ്റെ തീ അണയ്ക്കാനായിട്ട് നാട്ടുകാർ ശ്രമിക്കുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ ഞാൻ ആ വീടിനടുത്തേക്ക് വരുമ്പോൾ നാട്ടുകാരെന്നെ കയറി പിടിച്ചു. അവർ പറഞ്ഞു തുടങ്ങി, പോയിട്ട് ഒരു കാര്യവുമില്ല, എല്ലാം തീർന്നിട്ടുണ്ടാകും. എവിടെന്നാ എനിക്ക് ശക്തി കിട്ടിയത്? എന്നെ പിടിച്ചവരെയെല്ലാം തെറിപ്പിച്ചകറ്റിക്കൊണ്ട് കത്തിക്കൊണ്ടിരിക്കുന്ന വീടിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഓടിക്കയറി. ഒന്നും അറിയാതെ തൊട്ടിലിൽ കിടക്കുന്ന നിന്നെ കോരിയെടുത്ത് നെഞ്ചോട് ചേർത്തപ്പോഴേക്കും ആ ഓല എൻ്റെ ദേഹത്തേക്ക് വീണു. എൻ്റെ മോളെ, നിൻ്റെ മുഖത്ത് പാണ്ടില്ലാതായി തീരുവാൻ ഞാൻ എൻ്റെ മുഖത്ത് പാണ്ടുള്ളവളായി മാറി. നമ്മളെ നമ്മളാക്കി മാറ്റുവാൻ ഒരമ്മ ഇത്രമാത്രം കഷ്ടപ്പെടുമ്പോൾ ആ അമ്മയുടെ കരുതലിനെക്കുറിച്ച് മാത്രം ഓർത്താൽ മതി ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം നമ്മൾ തിരിച്ചറിയുവാൻ. നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ പോലും വീട് വിട്ട് ഇറങ്ങുന്ന കുട്ടികളൊക്കെയുണ്ട്. ഒരിക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ചെറുപ്പക്കാരൻ്റെ മുഖം വല്ലാതങ്ങ് വിഷമിച്ചിരിക്കുന്നത് കണ്ട് സഹയാത്രികനായ സുവിശേഷ പ്രഘോഷകൻ അവനോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ മുഖത്ത് വലിയ വേദനയുണ്ടല്ലോ, നീ എന്തിനാ വിഷമിക്കുന്നത്? അവൻ പറഞ്ഞു തുടങ്ങി, കുറേ വർഷങ്ങൾക്ക് മുമ്പ് വീട്ടിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വീട്ടുകാർക്ക് വലിയ ബാധ്യതകൾ വരുത്തി വെച്ച് നാട് വിട്ടുപോയ ഒരു യുവാവാണ് ഞാൻ. 3 ആഴ്ച മുമ്പ് വീട്ടിലേക്ക് ഞാനൊരു കത്തയച്ചായിരുന്നു. ഈ വരുന്ന 19-ാം തീയതി നമ്മുടെ വീടിൻ്റെ മുമ്പിലൂടെ പോകുന്ന റെയിൽവേ പാളത്തിൽ
9:30 ജയന്തി ജനതയ്ക്ക് ഞാനുണ്ടാകും. പ്രിയപ്പെട്ട അപ്പ, പ്രിയപ്പെട്ട അമ്മേ, നിങ്ങൾ എന്നോട് ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ മുമ്പിലുള്ള പൈൻ മരത്തിൽ ഒരു വെള്ള റിബൺ കെട്ടണം. ആ റിബൺ കണ്ടാൽ അടുത്ത സ്റ്റേഷനിൽ ഞാൻ ഇറങ്ങും. റിബൺ കണ്ടില്ല എങ്കിൽ ഇനി ഒരിക്കൽ പോലും ഞാൻ ഈ ഗ്രാമത്തിലേക്ക് തിരിച്ചു വരികയില്ല. പ്രിയപ്പെട്ടവരെ, അവൻ്റെ ആ മുഖമങ്ങോ വല്ലാതങ്ങ് വിഷമിച്ച് കണ്ണു നിറഞ്ഞൊഴുകാൻ തുടങ്ങി. സുവിശേഷ പ്രഘോഷകൻ അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നീ വിഷമിക്കണ്ട, പൈൻ മരത്തിൽ വെള്ള റിബൺ ഉണ്ടാകും. അവൻ തിരിച്ചു പറയുന്നുണ്ട്, ഞാൻ വീട്ടുകാർക്ക് വരുത്തിവെച്ച വേദനയുടെ കാഠിന്യം തിരിച്ചറിഞ്ഞാൽ ഒരിക്കൽ പോലും നിങ്ങൾക്കിങ്ങനെ പറയുവാൻ സാധിക്കുകയില്ല. കാരണം അത്രമാത്രം വേദന വരുത്തിവെച്ച്, സാമ്പത്തിക ബാധ്യത വരുത്തിവെച്ച് വീട് വിട്ടിറങ്ങി വന്നവനാണ് ഞാൻ. എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ എന്നോട് ക്ഷമിച്ചിട്ടുണ്ടാവുമോ? അവൻ പറഞ്ഞു തുടങ്ങി, ഇനിയും 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ ട്രെയിൻ നമ്മുടെ വീടിൻ്റെ മുമ്പിലെത്തും. പ്രിയപ്പെട്ടവരെ, അവൻ്റെ വീടിന് സമീപത്ത് ട്രെയിൻ എത്തിയപ്പോൾ കണ്ട കാഴ്ച എന്താ? വീടിൻ്റെ മുമ്പിലെ പൈൻ മരത്തിൽ ഇലകളില്ല, വെള്ള റിബൺ കൊണ്ട് അത് പൊതിഞ്ഞിരിക്കുകയാണ്. അതിനപ്പുറത്ത് കരഞ്ഞുകൊണ്ട് റിബൺ വീശി കൈകൾ വീശിക്കൊണ്ടിരിക്കുന്ന അപ്പനെയും അമ്മയെയും അവൻ കണ്ടു. അവൻ ആ സ്റ്റേഷനിൽ ഇറങ്ങി വീട്ടിലേക്ക് തിരിച്ചു വന്ന് അവൻ്റെ അപ്പനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, അപ്പ, ഞാൻ പറഞ്ഞത് ഒരു വെള്ള റിബൺ കെട്ടാനാ, പിന്നെ എന്തിനാണ് പൈൻ മരത്തെ റിബൺ കൊണ്ട് പൊതിഞ്ഞത്? അപ്പൻ പറഞ്ഞു തുടങ്ങി, എൻ്റെ മോനെ, ട്രെയിൻ വേഗത്തിൽ ഓടുമ്പോൾ ആ ഒരൊറ്റ റിബൺ നിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല എങ്കിൽ ഒരിക്കൽ നഷ്ടപ്പെട്ട നീ എന്നേക്കുമായിട്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെടും. നീ നഷ്ടപ്പെടാതിരിക്കുവാനാണ് ഞങ്ങൾ പൈൻ മരത്തെ റിബൺ കൊണ്ട് പൊതിഞ്ഞത്. പ്രിയപ്പെട്ടവരെ, എന്തുമാത്രം വേദനിപ്പിച്ചാലും ക്ഷമയെന്ന വാക്കിന്, സ്നേഹമെന്ന വാക്കിന് അർത്ഥം നൽകിയവർ മാതാപിതാക്കന്മാർ തന്നെയാണ്. ആ സ്നേഹത്തിൻ്റെ തീവ്രത തിരിച്ചറിയുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ തീവ്രത തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കും. അമ്മയുടെ സ്നേഹത്തിൻ്റെ തീവ്രതയെക്കുറിച്ച് കുട്ടികളുടെ ധ്യാനത്തിൽ ഞാൻ പങ്കുവെക്കുകയായിരുന്നു. പ്രസംഗം കഴിഞ്ഞപ്പോൾ ഞാൻ ആ കുട്ടികളോട് ചോദിച്ചു, 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിൻ്റെ അമ്മയെക്കുറിച്ച്, അപ്പനെക്കുറിച്ച് ഒരു വാക്ക് പറയുവാൻ ആർക്കെങ്കിലും പ്രേരണ തോന്നുന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജിലേക്ക് കടന്നു വരാം. ഞാൻ നോക്കുമ്പോൾ പിന്നിൽ നിന്ന്, ഏറ്റവും പുറകിൽ നിന്ന് ഒരു പെൺകുട്ടി ഓടി വരുന്നുണ്ട്. അവൾ ഓടി വന്ന് സ്റ്റേജിൻ്റെ മുമ്പിൽ മൈക്ക് പിടിച്ച് വിറക്കുന്ന കൈകൊണ്ട്, പ്രസംഗിച്ച് ശീലമില്ലാത്ത ഈ കുട്ടി അമ്മയുടെ, അപ്പൻ്റെ സ്നേഹത്തിൻ്റെ തീവ്രതയെക്കുറിച്ച് ഓർത്തിട്ട് ഇരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവൾ ഓടി വന്നത്. അവൾ പറഞ്ഞു തുടങ്ങി, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ എൻ്റെ അച്ഛനെയും അമ്മയെയും ഡോക്ടർ ആ ക്യാബിനിൽ വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഒരു പ്രത്യേക അവസ്ഥയിലാണ്, ഒന്നെങ്കിൽ കുഞ്ഞിനെ കിട്ടും, അല്ലെങ്കിൽ അമ്മയെ കിട്ടും. അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കുക എന്ത് ചെയ്യണമെന്ന്. എന്നിട്ട് ഡോക്ടർ ഒരു ഉപദേശം കൊടുത്തു, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഇനിയും കിട്ടും, അതുകൊണ്ട് കുഞ്ഞിനെ നഷ്ടപ്പെടുത്തി അമ്മയെ രക്ഷിക്കുന്നതാണ് ബുദ്ധി. എൻ്റെ അമ്മ ആ ആശുപത്രിയിൽ ഡോക്ടറിൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇല്ല, എൻ്റെ കുഞ്ഞിനെ തൊടുവാൻ ഞാൻ അനുവദിക്കുകയില്ല. അവസാനം പ്രിയപ്പെട്ടവരെ, എൻ്റെ അമ്മയെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോകുമ്പോൾ വീട്ടുകാരെല്ലാവരും അവിടെയുണ്ട്. കാരണം തിരിച്ചു വരുമോ ഇല്ലയോ എന്ന് അറിയില്ല. ദൈവം എത്രയോ നല്ലവനാ. ആ പെൺകുട്ടി പറഞ്ഞു നിർത്തി, എൻ്റെ അമ്മ, ആ അമ്മ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നുണ്ട്, എനിക്കുമൊന്നും സംഭവിച്ചില്ല. അന്ന് ഡോക്ടർ പറഞ്ഞത് കേട്ട് എൻ്റെ അമ്മ എന്നെ കൊല്ലാമെന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ എൻ്റെ കൂട്ടുകാരെ,
നിങ്ങളുടെ മുഖം എനിക്ക് കാണാൻ സാധിക്കത്തില്ലായിരുന്നു. ശരിയാ, വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തെ, നിൻ്റെ അമ്മ വേണ്ട എന്ന് വിചാരിച്ചിരുന്നു എങ്കിൽ ഒരിക്കൽ പോലും ഞാൻ ഈ പറയുന്നത് പോലും നീ കേൾക്കുകയില്ല. ഒരമ്മ ഇത്രമാത്രം തൻ്റെ കുഞ്ഞിനെ മറക്കുന്നുണ്ടെങ്കിൽ, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം എന്തുമാത്രം തീവ്രതയോടെയാണ് നമ്മളെ സ്നേഹിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയുവാനായിട്ട് ദൈവം അമ്മയെ പരിചയപ്പെടുത്തിയപ്പോൾ ക്ലാസ്സിനിടയിൽ പൊട്ടിക്കരഞ്ഞ 5ാം ക്ലാസ്സുകാരനോടും ഞാൻ ചോദിച്ചു, മോനെന്തിനാ കരയുന്നത്? അവൻ പറഞ്ഞു തുടങ്ങി, അങ്കിളിപ്പോൾ പറഞ്ഞത് അമ്മയെക്കുറിച്ചല്ലേ, എൻ്റെ അമ്മ മരിച്ചുപോയി, എൻ്റെ അമ്മ മരിച്ചുപോയി. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് അമ്മയെ നൽകിയത്, നമുക്ക് അപ്പനെ നൽകിയത് ദൈവമാണെങ്കിൽ ഈ ദൈവത്തെക്കുറിച്ച് നമ്മളെ ആദ്യമേ പഠിപ്പിച്ചത് നമ്മുടെ അപ്പനും അമ്മയുമാണ്. അവർ നമ്മളെ മറന്നാലും അവർ നമ്മളെ ഉപേക്ഷിച്ചാലും ദൈവം നമ്മളെ മറക്കുകയില്ല, ദൈവം നമ്മളെ ഉപേക്ഷിക്കുകയില്ല. ദൈവത്തിൻ്റെ സ്നേഹം വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് വിലാപകൻ പറഞ്ഞത്, എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷം കണക്കാണ്. എന്നാൽ ഒരു കാര്യം എനിക്ക് പ്രത്യാശ നൽകുന്നു, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. മിഴികൾ പൂട്ടി അമ്മയെ ഓർക്കുക. അമ്മയുടെ താരാട്ടുപാട്ടിൻ്റെ ഈണം മനസ്സിലേക്ക് കൊണ്ടുവരിക. നിൻ്റെ അമ്മ നിന്നെ മറന്നിട്ടുണ്ടോ? ഈ അമ്മ നിന്നെ മറന്നാലും നമ്മുടെ ദൈവം നമ്മെ മറക്കുകയില്ല. അമ്മ മറന്നാലും മറക്കാത്ത ഒരു ദൈവം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.